മെലാഗ്ലോ എന്ന് പറയുന്ന ക്രീമിനെ പറ്റി കേട്ടിട്ടില്ലാത്തവർ വളരെ ചുരുക്കമാണ്. മെലാഗ്ലോ സ്കിൻ വൈറ്റനിങ് ആൻഡ് ബ്രൈറ്റനിങ് ക്രീം. മെലാഗ്ലോ ഡീ പിഗ്മെന്റേഷൻ എന്ന് പറയുന്ന പുതിയൊരു ക്രീമും ഇപ്പോൾ ഫാർമസിയിൽ അവൈലബിൾ ആണ്. ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം, രണ്ട് ക്രീമിലും മോളിക്യൂൾസ് എല്ലാം സെയിം ആണ്, എന്നാൽ അതിലടങ്ങിയിരിക്കുന്ന വോളിയത്തിന് വ്യത്യാസമുണ്ട്. അതായത് അളവുകൾക്ക് വ്യത്യാസമാണ് ഉള്ളത്. ശരിക്കും മെലാഗ്ലോ ക്രീം ഉപയോഗിക്കേണ്ടത് ഹൈപ്പർ പിഗ്മെന്റേഷൻ കാരണം ബുദ്ധിമുട്ടുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ്റെ ലക്ഷണങ്ങൾ കൊണ്ട് സ്കിന്നിന് വളരെ മോശമായ അവസ്ഥയിലുള്ളവർക്കാണ് മെലാഗ്ലോ ക്രീം ഡോക്ടർ നിർദ്ദേശിക്കുന്നത്. ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാകുന്നതിൻ്റെ 3 കാരണങ്ങളാണ്. ഒന്ന്, മുഖക്കുരു, നിരന്തരമായിട്ടുള്ള മുഖക്കുരു കാരണം നീര് വെക്കുകയും ഇൻഫ്ലമേഷൻ ഉണ്ടാകുകയും അതിൻ്റെ ഫലമായിട്ട് മുഖക്കുരു പൊട്ടിയതിനു ശേഷം മുഖത്തിന് കറുത്ത പാടുകളും മുഖം ഇരുണ്ട് വരുന്ന അവസ്ഥയാണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ്റെ ഒന്നാമത്തെ തരം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഹൈപ്പർ പിഗ്മെന്റേഷൻ തരം എന്ന് പറയുന്നത് സൂര്യൻ്റെ ആഘാതത്താൽ UV അൾട്രാവയലറ്റ് രശ്മികൾ നിരന്തരമായിട്ട് സ്കിന്നിൽ ചർമ്മത്തിൽ അടിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന കറുത്ത പാടുകളും കറുത്ത ഡോട്ടുകളും പുള്ളിയായിട്ട് വരുന്ന ഒരു അവസ്ഥയിൽ സ്കിന്നിൽ വരാറുണ്ട്. ഇത് ഹൈപ്പർ പിഗ്മെന്റേഷൻ്റെ വേറൊരു തരമാണ് പറയുന്നത്. ഇത് UV രശ്മികളിൽ നിന്നുണ്ടാകുന്ന ഡയറക്റ്റ് സൺ എക്സ്പോഷൻ കൊണ്ടുണ്ടാകുന്ന പാടുകളാണ്. പല സമയങ്ങളിൽ സൺ എക്സ്പോഷൻ കാരണം മുഖത്തെ 2 വശങ്ങളിലും കവിളിന് താഴെയും നെറ്റിയുടെ മുകളിലായിട്ടും സൈഡുകളിലായിട്ടൊക്കെ ഒരു കറുത്ത ഷെയ്ഡുകളും അല്ലെങ്കിൽ തവിട്ട് നിറത്തിലുള്ള ഷെയ്ഡ് വരുന്ന അവസ്ഥയാണ് ഏജ് കൂടുമ്പോൾ ഉണ്ടാകുന്നത്. ചിലപ്പോൾ ചിലവർക്ക് ഡാർക്ക് സ്പോട്ടുകളായിരിക്കും കാണിക്കുന്നത്. മൂന്നാമത്തെ തരം മെലാസ്മെനോഡ് പ്രൊഡക്ഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചർമ്മം ഇരുണ്ടതായിട്ട് കാണിക്കും. മുഖത്തെ പൂർണ്ണ ഭാഗങ്ങളും ഇരുണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതാണ് മൂന്നാമത്തെ തരം. 3 തരങ്ങളിൽ മുഖക്കുരുവിൻ്റെ കാരണത്താൽ ഉണ്ടാകുന്ന പാടുകളും ഷെയ്ഡുകളും, 2 സൺ എക്സ്പോഷൻ കൊണ്ടുണ്ടാകുന്ന പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഷെയ്ഡുകളും പാടുകളും, 3 മെലാസ്മയുടെ കൂടുതലായിട്ടുള്ള പ്രൊഡക്ഷൻ കാരണം ഉണ്ടാകുന്ന മുഖത്തെ ഷെയ്ഡുകളും. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് മെലാഗ്ലോ എന്ന് പറയുന്ന ബ്രൈറ്റനിങ് ആൻഡ് സ്കിൻ ലൈറ്റനിങ് ക്രീം ഉപയോഗിക്കേണ്ടത്. ഇത് ഉപയോഗിക്കുന്നവർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി മാത്രം നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്. കാരണം ഹൈപ്പർ പിഗ്മെന്റേഷൻ്റെ ഏത് തരത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ സ്കിന്നിലുണ്ടായിരിക്കുന്ന പാടുകൾ ഉണ്ടായിരിക്കുന്നതെന്ന് അവർക്ക് മാത്രമേ നിർദ്ദേശിക്കാൻ പറ്റത്തുള്ളൂ. അവർക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ്റെ തോതിനെ കുറയ്ക്കുവാനായിട്ട് പല നല്ല നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകുവാനും സാധിക്കും. ഹൈപ്പർ പിഗ്മെന്റേഷനുള്ള സ്കിൻ ക്രീമുകൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സൺ എക്സ്പോഷൻ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. സൺസ്ക്രീൻ SPF 30ക്ക് മുകളിലായിട്ട് നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യുവാൻ മറക്കരുത്. അത് മുഖത്താണെങ്കിലും കൈകാലിലാണെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. ഒരു ഡോക്ടർ പറയുന്ന കാലയളവിൽ മാത്രമേ നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. നിങ്ങളിത് ഉപയോഗിച്ച് തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്കിന്നിൽ വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ പറഞ്ഞിട്ടല്ലാതെ നിങ്ങളത് നിർത്തുവാനും പാടില്ല. മെലാഗ്ലോ ക്രീമിന് ഡാർക്ക് പാച്ചസുകളെയും കറുത്ത പാടുകളെയും ഡോട്ടുകളെയും പൂർണ്ണമായിട്ട് നീക്കുവാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സ്കിന്നിൻ്റെ ഒരു ടോണിന് വേരിയേഷൻ വരുത്തുകയും ചർമ്മത്തിൻ്റെ ദൃഢത വർദ്ധിപ്പിക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഇതിലൂടെ തന്നെ നമുക്കൊരു പുതിയ ചർമ്മം സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ചിലവർക്ക് ഇത്തരത്തിലുള്ള ക്രീമുകൾ ഉപയോഗിക്കുമ്പം അലർജി തടുത്ത് വരിക, ചുമന്ന് വരിക അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള മോളിക്യൂൾസ് മെലാഗ്ലോ ക്രീമിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മെലാഗ്ലോ ക്രീമിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. മെലാഗ്ലോ ക്രീമിൽ പൂർണ്ണമായിട്ട് അടങ്ങിയിരിക്കുന്നത് ഹൈപ്പർ പിഗ്മെന്റേഷനെതിരെ പ്രവർത്തിക്കുന്ന മോളിക്യൂളുകളാണ്. അതുകൊണ്ട് തന്നെ മെലാഗ്ലോ ക്രീം ഹൈപ്പർ പിഗ്മെന്റേഷനെതിരെയാണ് പ്രവർത്തിക്കുന്നത്. അടുത്ത വീഡിയോയിൽ കൊസി വിറ്റ്, കൊസി ഗിയർ പോലെയുള്ള ക്രീമുകളെ പറ്റി വിശദമായിട്ട് പറയുന്നതായിരിക്കും. ഈ വീഡിയോ ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്